ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഈ ദിവസം നമ്മൾ കേട്ടത്. വൈകുന്നേരമായപ്പോൾ വന്നൊരു വാർത്തയാണത്. എറണാകുളത്തുള്ള കെൽട്ര എന്ന മാർക്കറ്റിംഗ് സ്ഥാപനം, അതിന് ഒരുപാട് ശാഖകളുണ്ട്. ആ ഒരു സ്ഥാപനത്തിലെ ഓഫീസിൽ നടന്ന, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ വെച്ച് നടന്ന ക്രൂരമായിട്ടുള്ള ചില ചിത്രങ്ങൾ അത് പുറത്തുവിട്ടിരിക്കുന്നത് അവിടുത്തെ ജോലിക്കാരാണ് പുറത്തുവിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ മാർക്കറ്റിംഗ് സ്ഥാപനം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ജോലി എന്താണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ കാര്യമാണിത്. നമ്മളുടെ വീടുകളിൽ ബാഗ് തൂക്കി വരുന്ന കൗമാരക്കാരായ കുട്ടികളെ, യൗവനത്തിൽ കാലെടുത്ത് വെക്കുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഒരു ബാഗും തൂക്കി നമ്മുടെ വീട്ടിൽ നിന്നിട്ട്, ചേട്ടാ ചേച്ചി ഞങ്ങൾ ഇങ്ങനെ പ്രൊഡക്റ്റ് വിൽക്കാൻ വേണ്ടി വന്നതാണ്, ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്, എന്തെങ്കിലും വാങ്ങിക്കാമോ എന്ന് ചോദിച്ചു വരുന്നതാണ്. പലപ്പോഴും നമ്മൾ അത് ആവശ്യമില്ല എന്ന് പറഞ്ഞു വിടാറാണ്. ഞാനടക്കം അത് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമായിരിക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. ആവശ്യമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ കയ്യിൽ വാങ്ങിക്കാനുള്ള പണം ഉണ്ടാകണമെന്നില്ല. പലപ്പോഴും നിരാശയോടെയാണ് ഇവർ ഇറങ്ങിപ്പോയിട്ട്. എനിക്ക് തോന്നുന്നു 90% വീടുകളിലും കയറി ഇറങ്ങുന്നത്, അല്ലെങ്കിൽ 95% വീടുകൾ കയറി ഇറങ്ങുന്ന ഇവർ നിരാശയോടെ ആയിരിക്കും ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ ഇവർക്കൊരു ടാർഗറ്റ് ഉണ്ട്. ഒരു ദിവസം ഇത്ര വിൽപ്പന നടത്തിയിരിക്കണം. അങ്ങനെ വിൽപ്പന നടത്താൻ പറ്റാതെ വരുന്ന യുവാക്കൾ, ജോലിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, മറ്റു ജോലി ലഭിക്കാതെ വരുമ്പോഴാണ് ഇവര് ഈ രീതിയിലുള്ള ജോലിയുടെ പിന്നാലെ പോകുന്നത്. അപ്പൊ ചോദിക്കും, നാട്ടിൽ വേറെ ജോലിയൊന്നുമില്ലേ? എത്രയോ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ആളുകൾ വന്ന് ജോലി ചെയ്യുന്ന ദിവസം 1000-1500 രൂപയൊക്കെ ഉണ്ടാക്കുന്നില്ലേ? ഈ വൈറ്റ് കോളർ ജോബ് തന്നെ വേണമെന്ന് വിചാരിച്ചിറങ്ങുന്നവരായതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന്. ജോലി ഒരാളുടെ ചോയ്സാണ്, അല്ലേ? അയാൾക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകണം, പക്ഷെ അതിനെ ചൂഷണം ചെയ്യാനുള്ള അവസരം ഉണ്ടാകരുത്. ജസ്റ്റ് ബിക്കോസ് അവർക്ക് ആ വൈറ്റ് കോളർ ജോബ് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അവർ മാർക്കറ്റിംഗിലേക്ക് വരുന്നു എന്ന് കരുതുമ്പോൾ അവരുടെ അവസ്ഥയെ ചൂഷണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഏകദേശം ഇതേ സമയത്താണ് ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലെ അവിടെയുള്ള പെൺകുട്ടികൾ തൊഴിലിടത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നുള്ള വാർത്ത. അത് മാധ്യമങ്ങളൊന്നും തന്നെ കൊടുത്തില്ല, സോഷ്യൽ മീഡിയ മാത്രമാണ് അത് ചർച്ച ചെയ്തത്. ഇപ്പൊ ഏകദേശം 1 വർഷം ആകുമ്പോഴേക്കും മറ്റൊരു തൊഴിലിടത്തിൽ നിന്ന ചൂഷണം, മാതൃഭൂമി ന്യൂസിലാണ് അത് ഞാൻ കണ്ടത്. ആ ചൂഷണത്തിന്റെ വിധേയനായ ഒരാളുടെ അനുഭവം നമുക്കൊന്ന് കേട്ടു നോക്കാം. ജോലി വാർത്ത ജോലിയൊന്നും ഇല്ലാണ്ട് ആ ടൈമിൽ ഇവരുടെ പരസ്യം കണ്ടപ്പോൾ ഒന്ന് പോയതാണ്. ഇത് വീട്ടു സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് തോന്നുമ്പോഴാണ് അവർ പിന്നെ മാറി അവരുടെ ഈ തനി സ്വരൂപം പുറത്തിറക്കണം. പണിഷ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വായിൽ കുറേ ഉപ്പ് വാരി ഇടുക, എന്നിട്ട് വായിൽ അന്തരീക്ഷത്തിൽ മറ്റേ കസേരയിൽ ഇരിക്കണം. പിന്നെ അതുകൂടാതെ തന്നെ ഈ പട്ടിനെ പോലെ കഴുത്തിൽ വലിച്ചിട്ടിട്ട് അങ്ങാട്ടിങ്ങാട് നടത്തിക്കുക, കോഴി നക്കുക. ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം ഇട്ട് വരും, വെള്ളത്തിൻ്റെ അകത്തൊരു കോയിനും വെച്ച് വരും. എന്നിട്ട് പട്ടിനെ പോലെ കഴുത്തിൽ ആ വലിച്ചിട്ടിട്ട് നക്കിയത് കൊടുത്തിടണം. ഇതൊക്കെ ആരാണ് ചെയ്യിപ്പിക്കുന്നത്? ഈ ഹുബൈൽ എന്ന് പറഞ്ഞ ഒരാളാണ്. പുള്ളിയാണോ ഓണർ? നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ടല്ലേ? ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അവിടെ ചെയ്യുന്നത്. ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റുന്നതിന്റെ അങ്ങേറ്റഹീനമായ കാര്യമാണ് ഈ ഹുബൈൽ എന്ന് പറയുന്ന പരനാറി. ഞാൻ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാറില്ല, പലപ്പോഴും ശ്രമിക്കാൻ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കും. പക്ഷെ ഇവനെയൊക്കെ എങ്ങനെ വിളിക്കാതിരിക്കും? ഇവനെയൊക്കെ ഇതിന്റെ അപ്പുറത്ത് വിളിക്കേണ്ടതാണ്. ഇവനെയൊക്കെ ഒരു മനുഷ്യന്റെ കഴുത്തിൽ ബെൽറ്റ് ഇട്ട് അവനെ കൊണ്ട് 4 കാലിൽ നായയെപ്പോലെ നടത്തിച്ച് നിലത്ത് കിടന്ന ഭക്ഷണ സാധനങ്ങൾ. അത് വാർത്തയുടെ വേറെ ഭാഗത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ചവച്ചു തുപ്പിയിട്ട ഭക്ഷണ സാധനങ്ങൾ അത് നക്കിപ്പിക്കുക. ചീഞ്ഞ പഴം നിലത്തിടുന്നിട്ട് അത് നക്കിയെടുക്കണം. അതേപോലെ തന്നെ ഒരു നാണയം നിലത്തിട്ട് ആ നാണയം നക്കിയെടുക്കണം. അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അതിൽ ഈ നാണയം ഇടും, എന്നിട്ട് നാവുകൊണ്ട് നക്കിയെടുക്കണം. അപ്പോൾ നാവുകൊണ്ട് നക്കിയെടുക്കണേ ആദ്യം ഇതിനകത്തുള്ള ഈ വെള്ളം നാവുകൊണ്ട് നക്കി കുടിക്കണം, എന്നാലും ഈ നാണയം എടുക്കാൻ പറ്റുള്ളൂ. നാണയം പൊങ്ങിക്കിടക്കുന്ന ഒരു സംഭവമല്ലല്ലോ. ആ ക്രൂരത ചെയ്തവനെ ഞാൻ കാണിച്ചു തരാം. ഈ ചിത്രത്തിൽ കാണുന്നവരാണ് ഈ മഹാപരനാറി. ഇവനാണ് ഈ തൊഴിലാളികളെ ചൂഷണം ചെയ്ത, അങ്ങേറ്റം അവരെ മൃഗങ്ങളെ പോലെ ട്രീറ്റ് ചെയ്ത പരനാറി. ഇവനക്കെതിരെ ചെറിയ നടപടികളൊന്നുമല്ല വേണ്ടത്, അങ്ങേറ്റത്തെ നടപടികൾ ഉണ്ടാകണം. തൊഴിലത്തെ ചൂഷണം മാത്രമല്ല ചെയ്തിരിക്കുന്നത്, മനുഷ്യനായിട്ട് കാണാൻ പോലും ഇവൻ ശ്രമിച്ചിട്ടില്ല. അവനക്കൊന്നും മാനസിക പരിഗണന ലഭിക്കാൻ പാടില്ല. കണ്ണ് പകരം കണ്ണ്, കാതിന് പകരം കാതെന്നൊക്കെ പറയുന്ന ഒരു നിയമം തെറ്റാണെന്ന് എനിക്കും അറിയാം. പക്ഷേ ഒരാൾ ജീവിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ അന്ന് ഈ ഒലിവിയ ഡിസൈൻസിന്റെ വിഷയമുണ്ടായപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്. അവർക്ക് ജീവിതത്തിൽ ഈ 8000 രൂപ ശമ്പളത്തിന് വേണ്ടി വരണമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരുപാട് ജോലികൾ മറ്റു ഉണ്ടല്ലേ ഇവിടെ. സ്വിഗ്ഗി പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ ഓല പോലുള്ള കാര്യങ്ങളോ ടാക്സിയോ അതുപോലുള്ള സർവീസിനൊക്കെ ഓടുന്ന ആളുകളുണ്ട്. ഓൺ ഡിമാൻഡ് സർവീസിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിലും താഴ്ന്നൊരു ശമ്പളമായ 8000-ലേക്ക് ഇവർ വരണമെന്നുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ അത്ര മോശമായിരിക്കണമെന്നേ. ആ അവസ്ഥയാണ് ഈ ഉമ്മാരൊക്കെ ചൂഷണം ചെയ്യുന്നത്.
നമ്മുടെ വീട്ടിലൊക്കെ വളരെ പ്രതീക്ഷയോടെ കയറി വന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വിൽക്കാമെന്ന പ്രതീക്ഷയോടെ കയറി വരുന്നു. പക്ഷെ നമ്മൾ സാധാരണ ഇതിൽ വാങ്ങാറില്ല. ആ നിരാശയോടെ ഇറങ്ങിപ്പോകുന്ന ഇവര് കയറി ചെല്ലുന്നത് ഈ ക്രൂരതകളിലേക്കാണ്. അതിനെക്കുറിച്ച് മാതൃഭൂമി കൊടുത്തൊരു വാർത്തയുണ്ട്. ആ വാർത്ത ഞാനൊന്ന് വായിക്കാം. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന കെൽട്ര എന്ന മാർക്കറ്റിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് നേരെയാണ് മനുഷ്യത്വരഹിതമായ പീഡനങ്ങൾ ഉണ്ടായത്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തെത്തിയിരുന്നു, നിങ്ങളിപ്പോൾ കണ്ടതാണ്. ടാർഗറ്റ് തികക്കാത്തതിന്റെ പേരിലാണ് ജീവനക്കാർക്ക് നേരെ സ്ഥാപനം ഇത്ര ക്രൂര പീഡനങ്ങൾ നടത്തിയതെന്നാണ് വിവരം. ബെൽറ്റ് കഴുത്തിൽ കെട്ടി നായയെപ്പോലെ നടന്ന് പാത്രത്തിലെ വെള്ളം കുടിപ്പിക്കുക, ചീഞ്ഞ പഴങ്ങൾ നിലത്ത് നിന്ന് നക്കിയെടുപ്പിക്കുക തുടങ്ങിയ കൊടിയ പീഡനങ്ങളുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വീടുകളിൽ ഉൽപ്പന്നങ്ങളുമായി എത്തി വിൽപ്പന നടത്തുന്ന മാർക്കറ്റിംഗ് ജീവനക്കാർക്ക് നേരെയാണ് സ്ഥാപനങ്ങളുടെ ക്രൂരത. പാത്രത്തിനുള്ളിൽ ഒരു നാണയത്തുട്ട് ഇട്ടിട്ടുണ്ടാകും. കഴുത്തിൽ ബെൽറ്റിട്ട് നായയെപ്പോലെ നടന്ന് പാത്രത്തിലെ നാണയത്തുട്ട് നക്കിയെടുക്കുക. നായയെപ്പോലെ നടന്ന് മുറിക്കുള്ളിലെ 4 മൂലകളിലും നായ മൂത്രമൊഴിക്കുന്ന പോലെ അഭിനയിപ്പിക്കുക. പാൻ്റ് അഴിച്ചിട്ട് പരസ്പരം, ഇത് കാണുന്ന ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഇത് കാണാതിരിക്കുക, അഴിച്ചിട്ട് പരസ്പരം അവരുടെ ലൈംഗിക അവയവത്തിൽ പിടിപ്പിച്ച് നിൽക്കുക. ഒരാൾ ചവച്ചു തുപ്പുന്ന പഴം മറ്റൊരാളെ കൊണ്ട് നക്കിയെടുപ്പിക്കുക. വായിൽ ഉപ്പിടുക, തറയിൽ നാണയം ഇട്ട് നക്കിയെടുത്ത് മുറിക്കകത്താകെ നടക്കുക തുടങ്ങിയ ക്രൂരമായ പീഡനങ്ങൾ. ഇത് എന്നിട്ട് ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പോ? ഇത് എറണാകുളത്താണ് ഇത് നടക്കുന്നത്. ഒരു മെട്രോ നഗരത്തിൽ നടക്കുന്ന കാര്യമാണ് പറയുന്നത്. ഈ പറയുന്ന ഹുബൈൽ എന്ന് പറയുന്ന പരനാറി മലപ്പുറംകാരനാ. അവന് കാസർഗോഡ് ഒരു സ്ഥാപനത്തിൽ ഇതേപോലെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ കേരളം ഒട്ടാകെ ഈ സ്ഥാപനമുണ്ട്. ഒരു വ്യക്തി അതിൽ കമന്റ് ഇട്ടിട്ടുണ്ട് ആ വാർത്തയുടെ ഇടയിൽ, ഞാൻ കാസർഗോഡുകാരനാണ്, ഞാൻ ഇവിടെ കാസർഗോഡിലുള്ള സെന്ററിൽ പോയിട്ടുള്ളതാണ്, ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായി. 3 വർഷം മുന്നേ നിർത്തിപ്പോന്നു. അപ്പൊ ഈയിടക്ക് സംഭവിച്ചല്ല, വർഷങ്ങളായി ഈ ക്രൂരത ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി പറയുന്നുണ്ട് ഇതിനെതിരെ നടപടി ഉണ്ടാണ്, ലേബർ ഓഫീസർ അന്വേഷിക്കണമെന്നൊക്കെ. കണ്ടറിയണം എവിടെ എത്തും എന്നുള്ളത്. ഈ വാർത്തയുടെ പ്രാധാന്യം കുറച്ചു സമയം നഷ്ടപ്പെടും. ചില ആളതിൽ കമന്റ് ഇട്ടിട്ടുണ്ട്, ഇവന്മാർക്കൊക്കെ ആണത്തമില്ല. എന്തൊരു ചോദ്യമാണോ ഇത്? ഒന്നാമത്തെ കാര്യം, ആണത്തം എന്ന പദം തന്നെ എടുത്തു കളയേണ്ടതാണ്. നിങ്ങൾ ധൈര്യം എന്നാണ് ഉദ്ദേശിക്കുന്നത്, ആ ധൈര്യം എന്ന് പറയുക. അത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഏത് ലിംഗത്തിലുള്ളവർക്കുള്ള കാര്യമാണ് ധൈര്യം. ഞാൻ പറയുന്നത് ഈ ധൈര്യമില്ലായ്മയല്ല, ഗതികേടാണ്. ചിലപ്പോൾ 2 അറ്റം മുട്ടിക്കാനുള്ള കഷ്ടപ്പാടാണ്. ഈ ഇടക്ക് പൊന്മാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയതിൻ്റെ അതിൻ്റെ റിവ്യൂസൊക്കെ ഞാൻ വായിച്ചു. സിനിമ ഞാൻ കണ്ടിട്ടില്ല, കാണണം. അതിൽ അവതരിപ്പിക്കുന്ന ചില രംഗങ്ങളുണ്ടെന്ന് പറയുന്നു. റിവ്യൂസിൽ കണ്ട ചില കാര്യങ്ങൾ, ചില എഴുതിയ റിവ്യൂസിൽ കണ്ട കാര്യങ്ങളാണ്. അതുപോലെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവൻ ഇതുപോലുള്ള അവസരങ്ങൾ എത്തിപ്പോകുന്ന, അതിനൊക്കെ നിങ്ങൾക്ക് ധൈര്യമില്ല എന്ന് ചോദിച്ച് കളിയാക്കിയിട്ട് കാര്യമില്ല. ഇനി ആണുങ്ങൾക്കെതിരെ മാത്രമാണ് ഇനി ക്രൂരത കാണിക്കുന്നത്. പെൺകുട്ടികൾക്ക് നേരെ നടത്തിയ ചില ക്രൂരതകളുണ്ട്. ജോലിക്കാരായ പെൺകുട്ടികളെ ലൈംഗിക അതിക്രമണങ്ങൾക്ക് വിധേയമാക്കി. അതിന്റെ പേരിൽ ഇവനെതിരെ പരാതിയുണ്ട്. വീടുകൾ തോറും കയറിറങ്ങി വിവിധ സാധനങ്ങൾ വിൽപ്പന നടത്തുകയായിരുന്നു ജീവനക്കാരുടെ ജോലി. പെൺകുട്ടികൾ താമസിക്കുന്ന വീട്ടിലേക്ക് രാത്രി ചെല്ലുന്ന ഹുബൈൽ പേഴ്സണൽ അസസ്മെന്റ് എന്ന പേരിൽ അവരെ വിളിച്ചു വരുത്തി മോശമായിട്ട് പെരുമാറി എന്നാണ് പരാതി. അവന്റെ പേഴ്സണൽ അസസ്മെന്റ് വല്ലാത്ത അസസ്മെന്റ് ആണത്. പെൺകുട്ടികളെ രാത്രി അവരുടെ വീട്ടിൽ ചെന്നിട്ടാണ് ഇവൻ അസസ്മെന്റ് നടത്താൻ. ഇവനൊക്കെ ഇതേപോലെ തന്നെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കിട്ടുമല്ലോ ഇവനെയൊക്കെ. അപ്പോൾ പോലീസുകാർ ആ രംഗങ്ങളൊക്കെ ഒന്ന് ഇവനെ കാണിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് അഭിനയിച്ച് കാണിക്കണമെന്ന് പറഞ്ഞു. ഇപ്പം ഇത് ഈ പെട്ട ആള് പറയുന്നത്, ഈ ഹുബൈൽ എന്ന് പറയുന്ന ആള് വ്യക്തിപരമായിട്ട് അവിടെയുള്ള സ്റ്റാഫുകൾ വിളിച്ചു പറഞ്ഞിട്ടാണ് ഇത് ചെയ്യിപ്പിക്കുന്നതെന്നാ. അപ്പൊ അവനെ ഈ സ്റ്റേഷനിൽ കിട്ടുമ്പോൾ ഈ രംഗങ്ങളൊന്ന് കാണിച്ചിട്ട് ഇതൊക്കെ നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോ ഈ ചില കുറ്റാന്വേഷണങ്ങൾ നടത്തുമ്പോഴേക്കും ആ സീൻ റീക്രിയേറ്റ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് ആ കുറ്റകൃത്യം നടന്നതെന്നുള്ളത് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കും. അതേപോലെ ഇവനെ കൊണ്ട് അത് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കണം ഈ സാധനങ്ങൾ മുഴുവനും. ഒരു സ്ഥാപനത്തിലെ ജോലിക്കാരെ നഗ്നരായി നിർത്തുക, അവരുടെ സെക്ഷൽ ഓർഗൻസിൽ പിടിപ്പിക്കുക, നിലത്ത് മുട്ടിലഴിഞ്ഞ് നടത്തിപ്പിക്കുക, പട്ടിയെ പോലെ കഴുത്തിൽ ബെൽറ്റ് നടത്തിപ്പിക്കുക. ഇവനെയൊക്കെ വെറുതെ വിടരുത്. ഇതിൽ ശക്തമായ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.